സർ, ഇറാൻ അമേരിക്ക യുദ്ധം. ആ യുദ്ധം ഇപ്പോഴിതാ പതിയെ മാറി മാറി അമേരിക്ക ചൈന യുദ്ധമായി മാറുന്നുണ്ടോ എന്ന സംശയത്തിലാണ് പലരും. കാരണം നമുക്കറിയാം, ഇറാന് പിന്നിൽ ശക്തമായി എല്ലാ പിന്തുണയോടും കൂടി ചൈന നിലയുറപ്പിച്ചിട്ടുണ്ട്. ചൈനയാണ് യഥാർത്ഥത്തിൽ ഇറാന് ബുദ്ധി ഉപദേശിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള വാർത്ത അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതാണ്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മറ്റു പല മാധ്യമങ്ങളിലും ഇത്തരമൊരു സംശയം, അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഊഹാപോഹമാണെങ്കിലും ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. യഥാർത്ഥത്തിൽ സാറിന്റെ ഒരു വിലയിരുത്തത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടോ? ഇറാൻ അമേരിക്ക ഇസ്രയേൽ കോൺഫ്ലിക്റ്റ് എന്നത് മാറിയിട്ട് അമേരിക്ക ചൈന യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വഷളാവുകയാണ്. ഇറാനിൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അത് ഇറാനിലെ യുറേനിയവുമായിട്ടുള്ള ചെറിയൊരു വിഷയമായിട്ടാണ് എല്ലാവരും കരുതിയത്. അതിനൊരു തീരുമാനം പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ആ സമയത്ത് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഒരാഴ്ചയുടെ ഉള്ളിൽ ആ യുദ്ധത്തിന്റെ ഗതി വേറെ രീതിയിലേക്ക് പോയി. ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ നിരന്തരം ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇറാൻ മാറി. എന്നിട്ട് പോലും അമേരിക്കയും ഇസ്രായേലും ഈ ഇറാന്റെ ശക്തി ഇത്രയ്ക്ക് വലുതാണെന്ന് കരുതിയിരുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ഖൊമൈനി കൊല്ലപ്പെടുകയും അത് കൂടുതൽ ഇറാനെ തളർത്തുകയും എന്നോ ഒക്കെയാണ് എല്ലാവരും കരുതിയിരുന്നെങ്കിലും ഓരോ ദിവസവും ഇറാൻ ഈ രാജ്യങ്ങൾ, അതായത് സൗദി, UAE, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലും കടലിലും ഹോർമൂസ് കടലിടുക്കിലുമൊക്കെയുള്ള ഷിപ്പുകളിലും പോരാത്തതിന് ഇസ്രായേലിലുമൊക്കെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പോലും അവര് ഒഴിവ് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. എന്തിനു പറയുന്നു, ഈദുൽ ഫിത്തർ ദിവസം പോലും ഇറാൻ ബഹ്റിനെയും UAE-നെയും വരെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ശക്തമായിട്ട് മുന്നോട്ട് അവരുടെ നേതാവ് മരിച്ചിട്ടും അവർ വളരെ ശക്തമായി കൊണ്ട് തന്നെ മുന്നേറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് പല ഊഹാഭാവങ്ങൾ പരന്നു വന്നിരുന്നു. റഷ്യയാണ് ബാക്കിൽ, ചൈനയാണ് ബാക്കിൽ എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തു തന്നെയായാലും അമേരിക്ക സ്വന്തമായി എടുത്ത തീരുമാനമാണ് ഇതെന്ന് എല്ലാവരും കരുതിയെങ്കിലും ഇത് സൗദിയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു അമേരിക്ക ഈ ഒരു വിഷയത്തിൽ ഇറങ്ങിത്തിരിച്ചത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല ജിഹാദികളായ സുന്നി മുസ്ലിങ്ങളായ പല മലയാളികൾ, എടുത്തു പറയണം, മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരും പാകിസ്ഥാനുകാരും ഒക്കെ ഇനി എന്റെ അഭിപ്രായത്തിൽ സൗദി അറേബ്യയിലുള്ള അവരുടെ പുണ്യസ്ഥലമായ മക്കയും മദീനയും അവരെ ഉപേക്ഷിക്കണം. കാരണം സൗദി അറേബ്യ ഇന്ന് ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഒപ്പമാണ്. ഇസ്രായേലിന്റെ ടെക്നോളജി പർച്ചേസ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ എന്ന് ജിഹാദികൾ മനസ്സിലാക്കിക്കോളും. അവര് ഇനി സുന്നി കുപ്പായം ഒഴിവാക്കി ഷിയായുടെ കുപ്പായം എടുത്ത് അണിയുകയും ഈ സമയത്ത് ഞാൻ അവർക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. എന്നിരുന്നാലും വളരെ സീരിയസ് ആയിട്ട് ഈ സാഹചര്യം നമ്മൾ കാണണം. കാരണം ഇറാൻ നശിച്ചുപോയി എന്ന് കരുതിയപ്പോഴൊക്കെ തന്നെ ദിവസവും വളരെ ശക്തമായ മിസൈലുകൾ എടുത്ത് ഈ 5-6 ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും തുടരെ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇറാൻ. ഇതിനുള്ള സ്റ്റോക്ക് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അവർക്ക് എവിടെ നിന്നുണ്ടാകുന്നു, എവിടെ നിന്ന് വരുന്നു? ഇതൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. സംശയകരമായി ചർച്ച ചെയ്ത് പല റൂമർ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പല അപവാദങ്ങളും പറഞ്ഞു പരത്തുന്നു. റഷ്യ വരെ സംശയിക്കുന്നു. പക്ഷെ ഇതിനിപ്പോൾ ഈ 2-3 ദിവസമായിട്ട് വളരെ വ്യക്തമായ തീരുമാനത്തിലേക്ക് അതിനുള്ള തെളിവുകളുമായിട്ടാണ് ഇപ്പോൾ അതിനുള്ള ശക്തമായ മറുപടി കിട്ടിയത്. കാരണം കഴിഞ്ഞ 56 മണിക്കൂറിന്റെ ഉള്ളിൽ, അതായത് കഴിഞ്ഞു പോയ 56 മണിക്കൂറിനുള്ളിൽ ചൈനയിൽ നിന്ന് 16 പടുകൂറ്റൻ എയർ കാർഗോ ഫ്ലൈറ്റുകൾ
അതായത് മിലിറ്ററിയുടെ ഡിഫൻസ് ഫ്ലൈറ്റുകൾ, അതായത് മുഴുവൻ തന്നെ കാർഗോ ഫ്ലൈറ്റുകളാണ് ഡിഫൻസിന്റെ 16 അതായത് 16 ഒന്നിച്ച് ഒരേ സമയത്ത് ഒരു ലൈനായിട്ട് വന്ന് ഇറാനിൽ ഇറങ്ങുന്നു. കഴിഞ്ഞ 56 മണിക്കൂറിനുള്ളിൽ 16 കാർഗോ ഡിഫൻസ് ഫ്ലൈറ്റുകൾ, ചൈനീസ് ഏറ്റവും പടുകൂറ്റൻ ഡിഫൻസ് ഫ്ലൈറ്റുകളാണ് ഇറാനിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കാനല്ല എന്നുള്ളത് ഉറപ്പാണ്, കാർഗോ ഫ്ലൈറ്റ് ആണ്. അപ്പോ ഈ 16 പടുകൂറ്റൻ കാർഗോ ഫ്ലൈറ്റുകളിൽ ചൈനയിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് ഇറാനിൽ എന്താണ് കൊണ്ടുവന്നിറക്കിയത്? സംശയിക്കേണ്ട, ഈ പറയുന്ന ബോംബും മിസൈലും ഡ്രോണുകളും മറ്റും വില പിടിച്ച യുദ്ധ സാമഗ്രികളാണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോ പരസ്യമായിട്ട് തന്നെ ആ ഇറാനിൽ ചൈന വന്നിരിക്കുന്നു, സപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഇറാന്റെ ഒപ്പം ചൈനയുണ്ട് എന്ന് ലോകത്തെ അറിയിച്ചിരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, അമേരിക്ക എന്താ ചെയ്തത്? അമേരിക്ക ഇത് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തെ വൻ ശക്തികൾ, അതായത് നമ്മുടെ ലോക ശക്തിയാവാൻ ഇന്ത്യ കുതിക്കുമ്പോൾ, ഇന്നിപ്പോൾ നമ്മൾ 4ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും നിൽക്കുന്ന 2 രാജ്യങ്ങളാണ് ചൈനയും അമേരിക്കയും. ആ അമേരിക്കയാണ് ഇറാന് ഒരു നല്ല, അവരെ നശിപ്പിക്കാനോ അവിടുത്തെ ജനങ്ങളെ ആക്രമിക്കാനല്ലോ അമേരിക്ക ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അവിടെ ഭരിക്കുന്നവര്, ഇറാൻ ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തിനെ വലിച്ചെറിഞ്ഞ് അവരെ ഓടിച്ചാണ് ഈ ഖൊമൈനി അവിടെ അധികാരത്തിൽ കയറിയത്. ഈ ഖൊമൈനിക്ക് 40-50% കൂടുതൽ അവിടുത്തെ ജനങ്ങൾ തന്നെ എതിരാണ്. അത് അദ്ദേഹത്തിന്റെ ശരീരം നോക്കിയാൽ മനസ്സിലാകും. ഖൊമൈനിയുടെ വലത്തെ കൈ ഇല്ലാത്ത മനുഷ്യനാണ്. എങ്ങനെയാണ് കൈ പോയത്? ഈ ജനങ്ങളുടെ പല സന്ദർഭങ്ങളിലുള്ള ആക്രമണത്തിന്റെ ഫലമായി. അദ്ദേഹത്തിന് ശരിയായ വലത്ത് കൈ ഇല്ല. എന്നിട്ട് കൂടി അവിടുത്തെ ജനങ്ങളെ പീഡിപ്പിച്ച് കൊന്നൊടുക്കി ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന സമയത്താണ് അവിടെ യുറേനിയം വെച്ച് ന്യൂക്ലിയർ വെപ്പണുകളിലേക്ക് ഇറാൻ പോകുന്നു എന്ന് സംശയം വന്നപ്പോഴാണ് അമേരിക്ക വാണിംഗ് കൊടുത്ത UN-ന്റെ പരമോന്നതമായ ഒരു ശക്തി അമേരിക്ക അവിടെ ചെക്കിങ് വേണം, ഞങ്ങൾ വന്ന് ചെക്ക് ചെയ്യും. അതിന് സമ്മതം കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇറാനിൽ യുദ്ധമുണ്ടായത്. ആ യുദ്ധം ഇപ്പോ ഈ നിലയിലേക്ക് പോകുമ്പോൾ ഇറാന് ഇത്രയും ശക്തമായിട്ട് തുടരാൻ കഴിയുന്നതിന്റെ പിന്നിൽ ആരായിരുന്നു? പലതരം റൂമറുകൾ വന്നു. ഇന്ന് ആ റൂമറുകൾക്ക് ഉത്തരം, ഇതിന്റെ പിന്നിൽ ചൈനയാണ്. ചൈന ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ചൈനയ്ക്ക്. എന്താണ് ആ ഉദ്ദേശം? ഈ ക്രൂഡ് ഓയിൽ, ഇറാനിൽ നിന്നും 99% ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ചൈനയാണ്. ആ ചൈന ഈ ഇത്രയും യുദ്ധ സാമഗ്രികൾ അവിടെ കൊണ്ടുപോയി ഇറക്കുമ്പോൾ അതിനുള്ള അത്രയും അല്ലെങ്കിൽ അതിന്റെ ഇരട്ടിയും വില പോലും നോക്കാതെ ക്രൂഡ് ഓയിൽ അവിടുന്ന് കയറ്റിക്കൊണ്ടുപോകും. ഇതാണ് ചൈനയുടെ വാണിജ്യ തന്ത്രം. പക്ഷെ ഇവിടെ ചൈന ഇത് ചെയ്യുമ്പോൾ അമേരിക്ക നോക്കിയിരിക്കോ? ഇല്ല. അമേരിക്ക ഈ 56 മണിക്കൂറിൽ 16 കാർഗോ ഫ്ലൈറ്റുകൾ ഇറാനിൽ വന്നിട്ടുണ്ടെങ്കിൽ അമേരിക്ക എന്താ ചെയ്തത്? 3000 എയർഫോഴ്സ്, 82 ആം ഡിവിഷൻ മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞു ഇന്നലെ തന്നെ. അപ്പോ അമേരിക്കയും തയ്യാറെടുക്കുന്നു. അവരുടെ F-16 തുടങ്ങിയ ഏറ്റവും ശക്തമായ ഫ്ലൈറ്റുകളും മിസൈലുകളും അമേരിക്കയും മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോ ആ ചൈന സന്നദ്ധമാകുന്നു, അമേരിക്ക സജ്ജമാകുന്നു. അപ്പൊ ഇതിന്ന് എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ യുദ്ധം അമേരിക്കയും ചൈനയും തമ്മിലുള്ള യുദ്ധമായിട്ട് അവസാനം മാറില്ലേ? ഇറാൻ ഒരു പേരിന് മാത്രം. അപ്പോ അത്തരത്തിലേക്ക് ലോകത്തെ നമ്പർ 1, 2 ശക്തികൾ തമ്മിൽ ഉള്ള യുദ്ധമായിട്ട് ഇത് മാറുമ്പോൾ ഇത് ലോകത്തിന് തന്നെ ഒരു ഭീഷണിയാണ്, പ്രശ്നമാണ്, ലോക ജനങ്ങൾക്ക് തന്നെ ഒരു വലിയ വിപത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് UN സെക്രട്ടറി ജനറൽ കൂടുതൽ ശക്തമായിട്ട്, കൂടുതൽ വോയിസോട് കൂടിയിട്ട് ശബ്ദം പുറത്തേക്ക് വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അന്റോണിയോ ഇറട്ടോണോസിനോട്, അതായത് 2017 അദ്ദേഹത്തിന് UN സെക്രട്ടറി ജനറൽ ആയിട്ട്
തെരഞ്ഞെടുത്തു. 2028 അദ്ദേഹത്തിന്റെ കാലാവധി ഡിസംബർ 30 കഴിഞ്ഞതാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് 2028 വീണ്ടും അദ്ദേഹത്തിന് തുടരാൻ അനുമതി കൊടുത്തു. അത് 2026 ഈ കൊല്ലം ഡിസംബർ 31 അവസാനിക്കുകയാണ്. ആ അവസാന കാലഘട്ടത്തിലെ അവസാന വർഷത്തിലെ ഈ സെക്രട്ടറി ജനറൽ ഫേസ് ചെയ്യാമെന്ന വലിയൊരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം. ആ യുദ്ധത്തിൽ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ കാണുമ്പോൾ ഈ സെക്രട്ടറി ജനറൽ ഉണ്ടാതിരിക്കാൻ പാടില്ല. തക്കതായ ഇടപെടലുകൾ നടത്തി ഈ യുദ്ധ സന്നാഹം നടത്തുന്ന അമേരിക്കയെയും ചൈനയെയും പ്രത്യേകം വിളിച്ചു വരുത്തി അതിന് മധ്യസ്ഥം കൊടുക്കാൻ പറ്റാവുന്ന ഏത് രാജ്യക്കാരാണെങ്കിൽ അവരെയും വിളിച്ച് ഇരുത്തിക്കൊണ്ട് ഇതിന് ഫർദർ ഒരു മുന്നോട്ട് പോകാനുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത തരത്തിൽ കൈകാര്യം ചെയ്യാൻ സെക്രട്ടറി ജനറലിന് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും യുദ്ധം വേറെ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അമേരിക്കയും ചൈനയും തമ്മിൽ വലിയ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ചില മുന്നറിയിപ്പുകൾ. അത്തരത്തിലൊരു സാധ്യതയുണ്ടായാൽ, അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ലോകരാജ്യങ്ങൾക്ക് മേൽ അതൊരു വലിയ ഭീഷണിയാവും. നിലവിലുള്ള യുദ്ധത്തിന്റെ മട്ടും ഭാവവും മാറാൻ സാധ്യതയുണ്ട്. കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഹോർമൂസിൽ ഉൾപ്പെടെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.